ദൈവിക കൽപ്പനകൾക്കും ദൈവിക ഹിതപ്രകാരവും വിട്ട് മാനുഷികമായ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായമാണ്. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായിട്ടും ഇസ്രായേലിന്റെ വാഗ്ദത്ത രക്ഷകനായ മശിഹായെ കുറിച്ചാണ് ലൂക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ശബത്തിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലും ഗൃഹപ്രഭാഷണം തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. 5-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അതെ, ഇസ്രായേൽ മക്കൾക്കും സർവശക്തനായ ദൈവത്തിന്റെയും ഇടയിലുള്ള ഒരു ഉടമ്പടിയാണ് ശബത്ത് എന്നത്. ഉൽപ്പത്തി 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 6 ദിവസം സർവശക്തനായ ദൈവം സകല സൃഷ്ടിപ്പുകളും നടത്തി. എന്നാൽ 7-ാം ദിവസത്തെ താൻ വിശുദ്ധീകരിച്ചു. വിശ്രമത്തിനു വേണ്ടി ഒരുക്കിയ ദിവസമാണ് ശബത്ത് എന്നത്. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമാധികാരം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ശബത്തിനെ കർത്താവ് ലംഘിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാനുഷിക പ്രമാണങ്ങൾക്കും സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവികമായ കൽപ്പനകളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന യഹൂദന്മാരെ കർത്താവായ യേശു ക്രിസ്തു ശാസിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ശബത്തിൽ നന്മ ചെയ്തതിന്, രോഗികളെ സൗഖ്യമാക്കിയതിനൊക്കെയും യഹൂദന്മാർ യേശുവിനെ കുറ്റം ചുമത്തുമ്പോൾ ശബത്ത് എന്താണ്, യഥാർത്ഥമായ ശബത്ത് എന്താണെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ദൈവിക കൽപ്പനകൾക്കും ദൈവിക ഹിതപ്രകാരവും വിട്ട് മാനുഷികമായ ഭൗതിക ബുദ്ധികൾക്ക് ആശ്രയം കൊടുക്കുമ്പോൾ, എന്നാൽ ദൈവിക ഹിതപ്രകാരം നാം കടന്നു വരണമെന്ന് ഈ വാക്യത്തിലൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മുഴു ലോകത്തിന്റെയും രക്ഷകനായ സർവശക്തനായ ദൈവം പാപത്താൽ നിറയപ്പെട്ട ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ യഥാർത്ഥമായ രക്ഷയോ ആ ദൈവിക സ്നേഹത്തെയോ മനസ്സിലാക്കുവാൻ കഴിയാതെ വേണം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെയും ഇന്ന് ലോക ജനത പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ വാക്യത്തിന്റെ പ്രസക്തി ഇന്ന് വളരെ അധികമാണ്. മാനുഷിക അധികാരങ്ങൾക്കപ്പുറം ദൈവികമായ ഹിതമെന്ത്, ദൈവം എന്തുകൊണ്ട് ആ ഒരു ദിവസത്തെ വിശുദ്ധീകരിച്ചുവെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കണം. അത് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളായിരിക്കണം നാം ഓരോരുത്തരും. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭൗതികമായ ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിയുകയില്ല, മറിച്ച് ദൈവികമായ ജ്ഞാനത്തിന്റെ കീഴിലേക്ക്, അതേ ദൈവിക അധികാരത്തിലേക്ക് നാം കീഴ്പ്പെടേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ദിവസത്തിനും അവിടുന്ന് പ്രാധാന്യം നൽകുന്നവനായ കർത്താവാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നന്മ ചെയ്തതിൽ കർത്താവിനെ വിലക്കുന്ന ഈ സമൂഹത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശബത്ത് ആചരിക്കുന്നതിന്റെ പ്രാധാന്യമെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ലോകപ്രകാരം നമ്മൾ എന്ത് ചെയ്താലും, എന്ത് സൽപ്രവർത്തികള്, മറ്റെന്തും ചെയ്ത് എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പന എന്താണ്, ദൈവത്തിന്റെ പ്രമാണം എന്താണെന്ന് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നാം ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും, നാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യർത്ഥമത്രയെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പുറമേ ഉള്ളതല്ല ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ലോക പ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാതെ, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസൃതമായി ജീവിക്കാതെ ദൈവവചനത്തിലേക്ക്, ദൈവികമായ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ വാക്യത്തിലൂടെ ഈ ലോകത്തിന്, ആമേൻ ഹല്ലേലൂയ, സർവ്വ ലോകത്തിനും ദൈവം മുന്നറിയിപ്പ് നൽകിയാണ്.
ആകയാൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവികമായ കൽപ്പനകൾ വിട്ട്, പ്രമാണങ്ങൾ വിട്ട്, ലോകത്തിൻ്റെതായ പ്രമാണത്തിന്റെ കീഴിൽ, അധികാരത്തിന്റെ കീഴിലായിരിക്കുന്നുവെങ്കിൽ ഈ വചനം സന്ദേശം നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ നിന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.